കൈജു നമ്പർ 8 12ാമത്തെയും 1ാം സീസണിന്റെ അവസാനത്തെയും എപ്പിസോഡിലേക്ക് സ്വാഗതം. ഡിഫൻസ് ഫോഴ്സ് 3rd ഡിവിഷന്റെ ജിമ്മിൽ റെനോ എന്തോ പതിവിലും വിപരീതമായി കഠിനമായി വർക്കൗട്ട് ചെയ്യുന്നു. നിനക്ക് എന്ത് പറ്റി? മൂത്താപ്പയെ കുറിച്ച് ഓർത്തിട്ടാണോ? പിന്നെ നിനക്ക് വേറെ യൂണിറ്റിലേക്ക് പോകണമെന്നും പറഞ്ഞു ഇഹാറ് ചോദിച്ചു. എനിക്ക് ശക്തനാകണം. അത് നിനക്ക് ഇവിടെ നിന്ന് ചെയ്യത്തില്ലേ? അങ്ങനല്ലായിരുന്നു ഇത്രയും നാളും? അതെ, ഇവിടെ നിന്നാൽ ശക്തനാകാമെന്ന് എനിക്കും അറിയാം. പക്ഷേ എനിക്ക് കഴിയുന്നതിൽ എത്രയും പെട്ടെന്ന് ശക്തനാകണം. കാരണം അടുത്ത തവണ എന്നെ സംരക്ഷിക്കുന്നതിന് പകരം എനിക്ക് അദ്ദേഹത്തെ സംരക്ഷിക്കാനാവും, റെനോ പറഞ്ഞു. അടുത്ത തവണയോ? മൂത്താപ്പ തിരിച്ചു വരുമെന്ന് നീ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കാൻ ഞാൻ തീരുമാനിച്ചു. പിന്നെ അയാൾ തിരികെ വരുമ്പോൾ ഞാൻ എന്റെ സ്വന്തം ബലഹീനതയോർത്ത് ദുഃഖിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആഹാ, എന്നാ എനിക്കും അങ്ങനെ തന്നെ. അപ്പോൾ പ്ലട്ടൂൺ ലീഡറായിരുന്ന ഇക്കാറുകയും നക്കനോഷിമയും അവർക്കൊപ്പം മിനാസയും അവിടേക്ക് വന്നു. ഹിബിനോയുടെ കാര്യം തീരുമാനിക്കുന്നത് എന്താണ്? അതോർത്ത് ഞങ്ങൾക്കൊന്നും ഇരിക്കാൻ കൂടി ആവുന്നില്ല. നിങ്ങളെ പോലൊക്കെ തന്നെ. കുഴപ്പമൊന്നും വരില്ലെന്നേ. മാപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം ഒരു കത്തെഴുതി കൊടുത്തിട്ടുണ്ട് എന്ന് മിനാസെ. പിന്നെ ക്യാപ്റ്റൻ ആഷിറോയെ HQ-യിലേക്കും വിളിച്ചിട്ടുണ്ട്. ക്യാപ്റ്റനെയോ? ആ, എന്നേലും നല്ല വാർത്ത ഉള്ളതുകൊണ്ടാണ് ക്യാപ്റ്റനെ വിളിപ്പിച്ചതെന്ന് എനിക്ക് ഉറപ്പാ. ഡിഫൻസ് ഫോഴ്സിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ മീന കോൺഫറൻസ് നടക്കുന്ന റൂമിൽ റിപ്പോർട്ട് ചെയ്തു. അവിടെ വേറെ ആരുമില്ലായിരുന്നു. എന്നാലും ഡയറക്ടർ ജനറൽ ഷിനോമിയ ഇപ്പോൾ കൈജു നമ്പർ 8 എക്സാമിൻ ചെയ്യുകയാണെന്നും അത് കഴിയുന്നത് വരെ കാത്തിരിക്കാനും അവൾക്ക് ഓർഡർ കിട്ടി. അതുകൊണ്ട് മീന കസേരയിൽ ഇരിക്കാൻ പോയി. എന്നാൽ ഒരു നിരീക്ഷകയായി മാത്രമാണ് അവളെ വിളിച്ചിരിക്കുന്നതെന്നും ആ സീറ്റ് നിനക്കുള്ളതല്ല എന്നും ഓർഡർ വന്നു. മീന ഒന്നും മിണ്ടാതെ സൈഡിൽ മാറി നിന്നു. കഫ്കയുടെ ആക്രമണം ഇസാവോ ഒഴിഞ്ഞു മാറി. വേഗത കൂടി. എന്നാലും ഇവൻ വെറുമൊരു മൃഗമാണ്. അറ്റാക്കിന് ശേഷം ഇവൻ തന്നെ ഉണ്ടാക്കിയ ഓപ്പണിങ്ങിനെ കുറിച്ച് അവൻ ചിന്തിക്കുന്നതേയില്ല. ഇടിച്ചപ്പോൾ തിരിഞ്ഞ ശരീരം ഒന്നുകൂടി തിരിച്ച് തന്റെ നട്ടല് വരെ ഒഴിച്ച് നമ്പർ 8 പിന്നെയും ശക്തമായി ഇസാവോയെ ഇടിച്ചു. അയാൾ അത് ബ്ലോക്ക് ചെയ്തിരുന്നു. റീജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞുകൊണ്ട് സ്വന്തം ശരീരം തന്നെ നശിപ്പിക്കുന്ന അറ്റാക്ക്. ഞാൻ ഇവിടെ മനുഷ്യന്റെ കോമൺ സെൻസ് ഉപയോഗിച്ചാൽ അതോർത്ത് ഞാൻ പശ്ചാത്തപിക്കും. നമ്പർ 8 പിന്നെയും ആക്രമിക്കാൻ ഒരുങ്ങി. അകത്തുണ്ടായിരുന്ന കഫ്ക നിസ്സഹായനായി തടയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ നമ്പർ 8 ഒന്നും നോക്കാതെ തുരുതുര ഇടിക്കാൻ തുടങ്ങി. ഇക്രു പേടിച്ചു പോയി. ഇസാവോ ഒഴിഞ്ഞു മാറിപ്പോയി നിന്നു. നമ്പർ 2വിന്റെ ഷീൽഡ് ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ചത്തേനെ. ഇസാവോ എന്നിട്ട് തന്റെ ഗ്ലൗസ് ബൂസ്റ്റ് ചെയ്തിട്ട് ശക്തമായി വന്ന് നമ്പർ 8നെ ഇടിച്ചു. നമ്പർ 8 തെറിച്ചുപോയി വീണു. നമ്പർ 8ന്റെ നെഞ്ചത്തെ മുറിവിൽ നോക്കിയപ്പോൾ ഇസാവോയ്ക്ക് വിശ്വസിക്കാനായില്ല. ഓർ അവിടെ ഇല്ല. അപ്പോൾ ഇസാവോയുടെ തൊട്ടുപിറകിൽ അതിന്റെ തന്നെ ശരീരം ഡീകോയായി ഉപയോഗിച്ച് നമ്പർ 8 സ്വന്തം കോറിൽ നിന്ന് റീജനറേറ്റ് ചെയ്തു വരുന്നു. അതിനുള്ളിൽ കഫ്കയ്ക്ക് ഇതൊന്നും താങ്ങാനാവുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെ പോയാൽ അവൻ അതിജീവിക്കില്ല. ആ ആക്രമണത്തിൽ ഷെൽട്ടറിന്റെ ഭിത്തി വരെ തകർന്നു. അവിടെ ഉണ്ടായിരുന്ന സയന്റിസ്റ്റുകൾക്കൊന്നും വിശ്വസിക്കാനായില്ല. കാരണം അത് തന്നെയായിരുന്നു ഏറ്റവും ശക്തം. തിയറി അനുസരിച്ച് ഫോർട്ടിറ്റ്യൂഡ് 10.0 വരെ അതിജീവിക്കാൻ ശേഷിയുള്ളതായിരുന്നു ആ ഷെൽട്ടർ. കുറച്ച് ഡാമേജ് ഒക്കെ വരുമെന്ന് പ്രതീക്ഷിച്ചതാണ്. ഒന്നുമില്ലേലും 2 നമ്പേർഡ് കൈജുകൾ കാലത്തെ മറികടന്ന് തമ്മിൽ പോരടിക്കുകയല്ലേ. ഇക്കറോ വാ പിളർന്ന് നിന്നുപോയി. ഒരു നമ്പേർഡ് കൈജുവിനെ ഒറ്റയ്ക്ക് നേരിടുന്നു. വിചിത്രമായിരിക്കുന്നു. അദ്ദേഹത്തിന് അവനെ കൊല്ലണമെന്നുണ്ടായിരുന്നുവെങ്കിൽ അവൻ മനുഷ്യരൂപത്തിൽ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ചെയ്തേനെ. അതിന് പകരം ഇസാവോ മനഃപൂർവ്വം നമ്പർ 8നെ പരീക്ഷിക്കുകയാണ്. എന്തുകൊണ്ടാണോ ഇങ്ങനെ? കെയ്ജി ഇതാമി പറഞ്ഞു. കഫ്കയ്ക്ക് രക്ഷപ്പെടാൻ പപ്പയൊരു അവസരം കൊടുത്തതാണോ? ജീവനുകൾ രക്ഷിക്കാനാണ് ഞാൻ ഡിഫൻസ് ഫോഴ്സിൽ വന്നത്. പകരം ഹിബിനോ കഫ്ക എന്നെ രക്ഷിച്ചു, അവോ ഈ ഹാരുവിച്ചോട് പറഞ്ഞു. മറ്റൊരാളെ വിലയിരുത്തേണ്ടത് അയാൾ വന്ന പശ്ചാത്തലം നോക്കി ആവരുതെന്നല്ലേ പറയുന്നത്? എന്റെ അഭിപ്രായത്തിൽ ഒരാളെ വിലയിരുത്തേണ്ടത് അയാളുടെ പ്രവർത്തികൾ കൊണ്ടായിരിക്കണമെന്നാണ്. ആ, നീ പറഞ്ഞത് ശരിയാ. അത് പറഞ്ഞ് ഹാരുവിച്ച് തന്റെ ഫോണിൽ താൻ ഇത്രയും നേരം വിളിക്കാൻ മടിച്ചിരുന്ന അവന്റെ അച്ഛനെ നമ്പറിലേക്ക് നോക്കി. നമ്പർ 8 ഇസാവോയെ നേരിട്ടു. നമ്പർ 8ന്റെ ആക്രമണം ചാടി ഒഴിഞ്ഞു മാറി അതിന്റെ പിന്നിൽ വന്ന ഇസാവോ തുടരെ ആക്രമിച്ചു. എന്നാൽ അപ്രതീക്ഷിതമായി വന്ന നമ്പർ 8ന്റെ പഞ്ച് കൊണ്ട് ഇസാവോയുടെ വയറിൽ പരിക്കേറ്റു. തിരിഞ്ഞു നോക്കിയപ്പോൾ നമ്പർ 8 പിന്നെയും വലുതായിരിക്കുന്നു. ഇസാവോ പ്രതീക്ഷിച്ചതിലും അധികമായി നമ്പർ 8ന്റെ ശക്തി വളർന്നിരുന്നു. നാശം, എനിക്കിത് തടയണം. നമ്പർ 8ന്റെ ആക്രമണം തുടർന്നു. ഇസാവോ തിരിച്ചാക്രമിച്ചു. എന്നാൽ അത് അതിജീവിച്ച നമ്പർ 8 ശക്തമായി ഇസാവോയെ ഇടിച്ചു. നമ്പർ 8ന്റെ ശക്തി അതിജീവിക്കാനാവാതെ ഇസാവോ തെറിച്ചുപോയി വീണു. തിരിച്ചെണീറ്റ അയാൾ കൈജു നമ്പർ 2വിന്റെ എല്ലാ ശക്തിയും കൊണ്ട് ആക്രമണം അഴിച്ചുവിട്ടു. നമ്പർ 8നെ അത് ഏറ്റു. എന്നാൽ അതും മറികടന്ന് നമ്പർ 8 ശക്തമായി അലറി. ഇസാവോ തെറിച്ചുപോയി. ഒന്നും ചെയ്യാനാവാതെ നിസ്സഹായനായിരുന്ന കഫ്ക നിർത്തുന്നു പറഞ്ഞ് അലറി. പറന്നുപോയ ഇസാവോ വീഴുന്നതിന് മുന്നേ തന്നെ നമ്പർ 8 അയാളെ പിടിച്ചു. എന്നിട്ട് ശക്തമായി കൊണ്ട് ഇടിച്ചു. ഇസാവോ ചോര തുപ്പി. ഇങ്ങനെ പോയാൽ താൻ അയാളെ കൊല്ലുമെന്ന് കഫ്ക തിരിച്ചറിഞ്ഞു. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സംഘർഷത്തിലായിരുന്ന കിക്കറുവിനെ അവൻ കണ്ടു. അതവന് സഹിക്കാനായില്ല.
ഹിക്കറുവിന്റെ കൺമുന്നിൽ വെച്ച് അവളുടെ അച്ഛനെ താൻ കൊല്ലില്ല എന്ന് അവൻ ഉറപ്പിച്ചു. എന്നാൽ ഭ്രാന്തമായിരുന്ന നമ്പർ 8 ഇസാവോയെ കയ്യിലമർത്തി തുടരെ ശക്തമായി നിലത്തടിച്ചു. മനുഷ്യന് നാശം വരുത്തുന്ന കൈജുവാണ് നീ എന്ന് ഞാൻ കണ്ടെത്തിയാല് ഞാൻ തന്നെ നിന്നെ കൊന്നിരിക്കും എന്ന് അവൾ പണ്ട് കഫ്കയോട് പറഞ്ഞത് ഹിക്കറു ഓർത്തു. എന്നാലും എനിക്ക് അവനെ ഇപ്പോഴും വിശ്വസിക്കണം. കണ്ട കൈജുവിന് മുന്നിൽ തോറ്റു കൊടുക്കരുത് കഫ്ക എന്നവൾ ഉറക്കെ അലറി. മനഃശക്തി വീണ്ടെടുത്ത കഫ്ക നമ്പർ 8ന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ വാതുറന്ന് തന്നെ വിഴുങ്ങാൻ വന്ന കൈജുവിന്റെ മുന്നിൽ അകപ്പെട്ടു പോയവൻ. എനിക്ക് എപ്പോഴും ഇങ്ങനെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷത്തിൽ ഞാൻ എല്ലാം നശിപ്പിക്കും. നാശം. അശക്തനായി വീണുകിടന്ന ഇസാവോയെ ഇടിക്കാൻ നമ്പർ 8 തയ്യാറായി. എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു, പക്ഷേ എല്ലാം നഷ്ടമായോ? കഫ്ക ഇരുണ്ട ആഴത്തിലേക്ക് മുങ്ങിപ്പോയി. തന്റെ ശക്തി ക്ഷയിച്ചതുപോലെയും കാഴ്ച മങ്ങുന്നതുമായും അവന് തോന്നി. വെളിച്ചത്തിൽ നിന്ന് താഴേക്ക് മുങ്ങി. എന്നാൽ പ്രകാശം വർദ്ധിച്ചു. ഒരു കൈ താഴ്ന്നിറങ്ങി വന്ന് കഫ്കയുടെ കരങ്ങളിൽ പിടിച്ചു. അവൻ നോക്കിയപ്പോൾ അത് കുട്ടിയായിരുന്ന മീനയായിരുന്നു. ഞാൻ എപ്പോഴും കാത്തിരിക്കും എന്ന് മീന പറഞ്ഞു. നമ്പർ 8 ശക്തമായി ഇസാവോയെ ഇടിക്കാൻ കൈ ഓങ്ങി. ഇടിച്ചു. ചോര ചിതറി തെറിച്ചു. എന്നാൽ അത് നമ്പർ 8ന്റെ ശരീരത്തിൽ നിന്ന് തന്നെ ആയിരുന്നു. ഇസാവോയ്ക്ക് വിശ്വസിക്കാനായില്ല. കഫ്ക ഓങ്ങിയ കൈ തന്റെ സ്വന്തം നെഞ്ചത്തേക്ക് തന്നെയായിരുന്നു ഇടിച്ചു കയറ്റിയത്. ഞാൻ കൈജു നമ്പർ 8 അല്ല, ഞാൻ ഹിബിനോ കഫ്കയാണ്. ആർക്കും കണ്ടത് വിശ്വസിക്കാനായില്ല. എല്ലാവരും നിശബ്ദരായി. കഫ്ക ബോധരഹിതനായി നിലം പതിച്ചു. അവൻ മനുഷ്യരൂപത്തിലേക്ക് രൂപം മാറി. അപ്പോൾ തന്നെ ഒരു വാൾ കഫ്കയുടെ തലമുകളിൽ വന്നിരുന്നു. നിന്റെ ആയുധം മാറ്റ് നറുമി. അയാൾ തന്റെ ആയുധം പിൻവലിച്ചു. സബോർഡിനേറ്റ്സിനോടും അങ്ങനെ ചെയ്യാൻ ആംഗ്യം കാണിച്ചു. നിങ്ങൾ ബാക്കപ്പിന് വേണ്ടി സിഗ്നൽ കാണിക്കാതിരുന്നു. ഞാൻ വിചാരിച്ചത് ചാകാൻ നോക്കുവാണെന്നാണ്. അതായിരുന്നു ഡിഫൻസ് ഫോഴ്സിന്റെ ഫസ്റ്റ് ഡിവിഷൻ ക്യാപ്റ്റനായിരുന്ന ഗെൻ നറുമി. മണ്ടത്തരം പറയാതെ. പക്ഷേ എന്റെ പ്രതീക്ഷയ്ക്കപ്പുറം ശക്തനായിരുന്നു ഇവനെന്ന് ഞാൻ അംഗീകരിക്കുന്നു, ഇസാവോ പറഞ്ഞു. ശേഷം മെഡിക്സിനോട് കഫ്കയെ ട്രീറ്റ് ചെയ്യാൻ ഓർഡർ ഇട്ടു. അവന്റെ കോറിന് ക്ഷതമേറ്റിരിക്കാം. അപ്പോ ഇവനെ കൊണ്ട് എന്ത് ചെയ്യും? നറുമി ഇസാവോയോട് ചോദിച്ചു. ഡയറക്ടർ ജനറൽ ഷിനോമിയ എക്സാമിനേഷൻ പൂർത്തിയാക്കിയിരിക്കുന്നു. അവസാനമായി അവന്റെ കമാൻഡിംഗ് ഓഫീസർ എന്ന നിലയ്ക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ക്യാപ്റ്റൻ അഷിറോ മിന്ന കെയ്ജി ഇതാമി മിന്നയോട് ആരാഞ്ഞു. ഹിബിനോ കഫ്ക ജോയിൻ ചെയ്ത നാൾ മുതൽ നിങ്ങൾ അടുത്തിടപഴകിയവരാണ്. ഞങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം നിനക്കവനെ അതിനു മുൻപും അറിയാമായിരുന്നു എന്ന് വ്യക്തമാണ്. അതെ, പക്ഷേ ട്രയൽസ് തൊട്ട് ഇതുവരെ ഞാൻ അയാൾക്ക് യാതൊരുവിധ പ്രത്യേക പരിഗണനയും കൊടുത്തിട്ടില്ല, മീന പറഞ്ഞു. ഞങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് ക്യാപ്റ്റൻ അഷിറോ മീന ഹിബിനോ കഫ്കയെ പരീക്ഷയിൽ തോൽപ്പിച്ചതായാണ് കാണുന്നത്. വൈസ് ക്യാപ്റ്റൻ ഹോഷിനയുടെ സജഷനാണ് അയാളെ ബാക്കപ്പായി സെലക്ട് ചെയ്തത്, കെയ്ജി ഇതാമി പറഞ്ഞു. വ്യക്തമാക്കിയാൽ നമ്മൾ കൃത്യമായ ഒരു അനുമാനത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പേപ്പർ വർക്കിനായി ജനറൽ ഒന്ന് ഓർഡർ ഇട്ടാൽ മതി. അതിനർത്ഥം നിന്റെ സാക്ഷ്യത്വത്തിന് കൈജു നമ്പർ 8ന്റെ വിധിയിൽ യാതൊരു സ്വാധീനവും ഇല്ലെന്നാണ്. ഇവിടെ നടക്കുന്നതിൽ നിനക്ക് യാതൊരുവിധ ഉത്തരവാദിത്വവും തോന്നേണ്ടതില്ലെന്നാണ് ഞങ്ങൾക്ക്. യെസ് സാർ. സംസാരിച്ചു. ഹിബിനോ കഫ്ക മനുഷ്യനാണോ കൈജുവാണോ എന്ന് തീരുമാനിക്കുന്ന കാര്യം ഞാൻ സ്പെഷ്യലിസ്റ്റുകൾക്ക് വിട്ടുകൊടുക്കുന്നു. പകരം ഒരു ഡിഫൻസ് ഫോഴ്സ് ഓഫീസർ എന്ന നിലയ്ക്ക് അവനെക്കുറിച്ച് അറിയാവുന്ന കാര്യം ഞാൻ പറയാം. സഗാമിഹാര ഓപ്പറേഷനിൽ യോജുവിന്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ കണ്ടെത്തി യൂണിറ്റിന് വലിയ സഹായമായതാണ് ഓഫീസർ ഹിബിനോ കഫ്ക. ഒരു കഠിനാധ്വാനിയായി തുടർന്ന ഹിബിനോ കഫ്ക തന്റെ സഹപ്രവർത്തകരുടെ ജീവൻ പലതവണ രക്ഷിച്ചു. പ്രത്യേകം എടുത്തു പറയേണ്ടത് നമ്പർ 10-ുമായുള്ള പോരാട്ടമാണ്. യോജു ബോംബ് നശിപ്പിച്ചുകൊണ്ട് 3rd ഡിവിഷന്റെ സമ്പൂർണ്ണ ഉന്മൂലനം അയാൾ തടഞ്ഞു. അതിനിപ്പോൾ എന്താ? കൈജു ശക്തി ഉപയോഗിച്ചല്ലേ അവനത് ചെയ്തത്? ഒരു റൂക്കി ഓഫീസർ ഇതൊക്കെ ചെയ്യുന്നത് തന്നെ അവൻ കൈജു ആണെന്നതിന് അടയാളമാണ്, ചിലർ എതിർത്തു. അതെ, ശരിയാണ്. അവരെല്ലാവരും ഒന്ന് അമ്പരന്നു. അയാൾ ജോയിൻ ചെയ്ത സമയത്ത് അയാളുടെ അൺലീഷ് കോമ്പാറ്റ് പവർ 0 ഒരു ബാക്കപ്പ് മാത്രമായാണ് അയാൾ എക്സാം പാസ്സായത്. അതിനു മുൻപ് ഡിഫൻസ് ഫോഴ്സിന്റെ എക്സാം അയാൾ അടുപ്പിച്ച് 12 തവണ തോറ്റിരുന്നു. പ്രായം കൊണ്ടും അയാൾ പുതിയ ആൾക്കാരെക്കാളെല്ലാം മൂത്തതാണ്. അതിന് അവൻ കൈജു പവർ കൊണ്ട് ചീറ്റ് ചെയ്ത് കാണും എന്ന് ഒരാൾ. പക്ഷേ അവൻ തോറ്റ് പിന്മാറിയില്ല. എത്ര തവണ തോറ്റെങ്കിലും കോമ്പാറ്റ് പവർ 0 ആയിരുന്നിട്ടും ഒരു കൈജുവായി മാറിയിട്ടും അവൻ ഒരിക്കൽ പോലും ജീവൻ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് നിർത്തിയില്ല. എനിക്കറിയാവുന്നവരെ എല്ലാം വെച്ച് നോക്കുമ്പോഴും ഹിബിനോ കഫ്കയ്ക്ക് തോക്കുന്നത് വെറുപ്പാണ്. ബാക്കിയുള്ളവരെ കുറിച്ച് അയാൾ കൂടുതൽ ശ്രദ്ധിക്കുന്നു. പിന്നെ കൈജു ആക്രമണത്തിൽ കൊല്ലപ്പെട്ട തന്റെ പൂച്ചയെ കൊണ്ടുപോകുന്നത് നോക്കി കുട്ടിയായിരുന്ന മീന വാവിട്ട് കരഞ്ഞു. അടുത്തുണ്ടായിരുന്ന കഫ്ക അവളുടെ കയ്യിൽ പിടിച്ചു. അവനും കരച്ചിലിന്റെ വാക്കിലായിരുന്നു. പിന്നെ മറ്റാരേക്കാളും മനുഷ്യത്വം അവനുണ്ട്.
ഹിബിനോ കഫ്ക വിശ്വാസയോഗ്യനായ ഒരു ഓഫീസർ ആണോ അല്ലയോ എന്ന് ഉറപ്പിക്കുന്നതിന്റെ ഘടകം എന്താണ്? ഞാൻ വിശ്വസിക്കുന്നത് അത് അവന്റെ ഹൃദയമാണെന്നാണ്. മിന്ന പറഞ്ഞത് പല മുതിർന്ന ഉദ്യോഗസ്ഥർക്കും അത്ര ദഹിച്ചില്ല. നിന്റെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ല ഞങ്ങൾ ചോദിച്ചത്, അവനെ സംരക്ഷിക്കുന്നത് നിർത്ത്, അവർ എതിർത്തു. എന്നാൽ നന്ദി ക്യാപ്റ്റൻ അഷിറോ, തിരികെ പോകാം. ഇസാവോ പറഞ്ഞതനുസരിച്ച് മീന മടങ്ങി. കെയ്ജി ഇത്താമിയും ജൂസോയും ഇസാവോയെ അതിനുശേഷം നോക്കി. അവന്റെ കമാൻഡർ ഓഫീസറിന് പറയാനുള്ളത് നമ്മൾ കേട്ടു. ഇനി ധൃതി പിടിച്ച് തീരുമാനമെടുക്കുന്നതിൽ ആരും നമ്മളെ പഴിചാരില്ല. അതിനെ നശിപ്പിക്കാൻ നമ്മൾ തയ്യാറാണ്, അവർ ഇസാവോയോട് അഭിപ്രായം ചോദിച്ചു. നമ്പർ 8. കഫ്കയെ അവരൊരു ഇൻക്യുബേറ്ററിലിട്ട് ചികിത്സിക്കുകയായിരുന്നു. ഒന്നും ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് എനിക്ക് എന്നോട് തന്നെ വെറുപ്പായിരുന്നു. അവളെ അങ്ങനെ കരയിച്ചതിൽ കൈജുവിനെതിരെ പ്രതികാരം ചെയ്യണമെന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. അതുകൊണ്ട് മാനസികമായും ശാരീരികമായും ഒരു കൈജു ആകുന്നതിലും നല്ലത് ഒരു മനുഷ്യനായി മരിക്കുന്നതാണെന്ന് ഞാൻ തീരുമാനിച്ചു. കഫ്ക പയ്യെ കണ്ണു തുറന്നു. അവനൊരു കിടക്കയിലായിരുന്നു. എനിക്ക് ജീവനുണ്ടോ? നീ എണീറ്റോ? ഇസാവോ കഫ്കയുടെ അരികിലുണ്ടായിരുന്നു. കഫ്ക ചാടി എണീറ്റ് പേടിച്ചുപോയി. സമാധാനിക്ക്, ഞാൻ നിന്നെ കൊല്ലാൻ വന്നതല്ല. ഓ നന്നായി, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ കിക്കറുവിനെ ഫേസ് ചെയ്തേനെ? ഓ, എനിക്ക് ഇപ്പോഴും ജീവനുണ്ടെങ്കിൽ ഞാൻ മനുഷ്യനാണെന്നും ഡിഫൻസ് ഫോഴ്സിന്റെ അംഗമാണെന്നും നിങ്ങൾ അംഗീകരിച്ചെന്നല്ലേ അർത്ഥം? നിന്റെ ദേഹത്തുള്ളത് ഒരു മനുഷ്യന്റെ ദുർബലമായ ഹൃദയമായിരുന്നുവെങ്കിൽ നീ അവിടെ വെച്ച് മരിച്ചേനെ. കൗൺസിൽ എന്താണ് തീരുമാനിച്ചതെന്ന് ഞാൻ നിന്നോട് പറയാം. നീ ഒരു കൈജുവാണ്, പക്ഷെ നീ ഒരു ഭീഷണിയാണോ എന്ന് ഞങ്ങൾ പിന്നീട് തീരുമാനിക്കും. ഈ നിമിഷത്തിൽ നിന്നെ വെറുതെ വിട്ടതിൽ പലർക്കും എതിർപ്പാണുള്ളത്. കൈജു നമ്പർ 8 നമ്മൾക്ക് വേണ്ടി പൊരുതും. അവനെ ഒരു ആയുധമാക്കി മാറ്റില്ല. കൗൺസിലിലുള്ളവർക്ക് അതൊരു ഞെട്ടലായിരുന്നു. അവർ ആ തീരുമാനത്തെ എതിർത്തു. എന്നാൽ അവനെ നിയന്ത്രിക്കാൻ പറ്റുമെന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. 3rd ഡിവിഷന്റെ കൂടെ മാസങ്ങളായി അവൻ ജോലി ചെയ്യുകയാണെന്നത് ഒരു ഫാക്റ്റ് ആണ്. അവന്റെ ദേഹത്തു നിന്നൊരു ആയുധം ഉണ്ടാക്കിയാലും അതിനത്ര ശക്തി കാണുമോ എന്ന് എനിക്ക് സംശയമാണ്. ഈ കാലങ്ങളിൽ കൂടുതലായി കണ്ടുവരുന്ന ഡൈക്കൈജുവിന്റെ പ്രശ്നമുള്ളത് കൊണ്ട് നമ്മളുടെ സൈന്യത്തെ ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ഇത് മുന്നടപ്പുണ്ടായിട്ടുള്ള കാര്യമല്ലല്ലോ എന്ന് ജോസു. മുന്നടപ്പോ? ഈ രാജ്യത്തിന്റെ പ്രതിരോധത്തിന് മുന്നടപ്പൊക്കെ അർത്ഥശൂന്യമാണ്. 10 വർഷം മുൻപ് നമ്പർ 6 കാരണമുണ്ടായ വിപത്തുകൾ നിങ്ങൾ മറന്നു കാണില്ലല്ലോ. 200-ലധികം ഓഫീസേഴ്സിനും 3 ക്യാപ്റ്റന്മാർക്കും ജീവൻ നഷ്ടമായി. നിങ്ങളുടെ ഭാര്യയും. നമ്മൾ പ്രതീക്ഷിച്ചതിലും അധികമായി കൈജുകൾ പുറത്തു വന്നാൽ ഈ രാജ്യത്തെ വളരെ എളുപ്പം നശിപ്പിക്കാനാവും. പക്ഷെ ഇപ്പോൾ കിട്ടിയ ഈ ശക്തിയെ വേണ്ട വിധം ഉപയോഗിച്ചാൽ ചിലപ്പോൾ അതിനെതിരെ നിൽക്കാൻ നമ്മൾക്കൊരവസരം ലഭിച്ചേക്കാം, ഇസാവോ പറഞ്ഞു. എന്നിരുന്നാലും ഞങ്ങൾ ഇതിന് എതിരാണ്. ഹിബിനോ കഫ്ക, ഇദ്ദേഹം എന്റെ പേര് പറഞ്ഞു. നിനക്ക് അതിജീവിക്കണമെങ്കിൽ നിന്റെ മൂല്യം കാണിച്ചു കൊടുക്ക്. അപ്പോ എന്നെ ഒരു ആയുധമായിട്ട് ഉപയോഗിക്കാനാണല്ലേ ജീവനോടെ വിടുന്നത്? ഞാനിപ്പോഴും സ്വയം ഒരു ഡിഫൻസ് ഫോഴ്സ് ഓഫീസർ ആയിട്ടാണ് കാണുന്നത്. താങ്കളെ കൊണ്ടും ഞാനത് അംഗീകരിപ്പിക്കും, കഫ്ക ഉറപ്പിച്ചു പറഞ്ഞു. ഒറ്റയ്ക്കിരുന്ന കിക്കറുവിന് മീന കഫ്കയെ വെറുതെ വിട്ടുവെന്ന് മെസ്സേജ് അയച്ചു. അവൾക്ക് അതിയായ സന്തോഷമായി. എന്നാലും തനിക്ക് പൂർണ്ണമായി സന്തോഷിക്കാറായിട്ടില്ല. അവൾക്കും ശക്തയാകണമെന്ന് ഉറപ്പിച്ചു. അല്ലെങ്കിൽ സമയമാകുമ്പോൾ അവനെ തടയാനാവില്ല. കഫ്കയുടെ കാര്യം ആവോയും ഹാരുയിച്ചിയും അറിഞ്ഞു, റെനോയും അറിഞ്ഞു. എന്നാൽ അതിലും ഉറക്കെ ആർപ്പ് വിളിച്ചത് ഇഹാറു ആയിരുന്നു. എല്ലാവർക്കും സന്തോഷമായി. എടാ റെനോ, മൂത്താപ്പ രക്ഷപ്പെട്ടെന്ന് എനിക്കറിയായിരുന്നു. അങ്ങേര് തിരികെ വരുമെന്ന് ഞാൻ പറഞ്ഞതല്ലായിരുന്നോ? നിങ്ങൾ തിരികെ വരുമ്പോ ഞാൻ ഇതിലെ ശക്തനായിരിക്കും സെംപായി. ഹിബിനോസാൻ രക്ഷപ്പെട്ടല്ലോ എന്ന് ഓക്കനോക്കി. പണി ഇനി വരാനിരിക്കുന്നതല്ലേ ഉള്ളൂ. നമ്മളുടെ അടുത്തൊരു കൈജ ഉണ്ടെന്ന് വെളിയിൽ അറിഞ്ഞാല് അത് രഹസ്യമല്ലേ? ഒരിക്കൽ കണ്ടെത്തുമല്ലോ. മേധാവികൾക്കും അതറിയാമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോ മറ്റാർക്ക് നിരസിക്കാൻ പറ്റാത്ത നിലയ്ക്ക് ഹിബിനോ കഫ്ക തന്റെ മൂല്യം തെളിയിച്ചു കൊടുക്കണം. ഇനി മുതൽ കാര്യങ്ങൾ ഇച്ചിരി സീനായി തുടങ്ങും. ഓയ്, നമ്മൾ സംസാരിച്ചു കഴിഞ്ഞില്ല, എണീക്കടാ, കഫ്ക ഉറക്കത്തിൽ പറഞ്ഞു. നീ കാത്തിരുന്നോ മീന? പഴയ ക്ലീനപ്പ് റൂമിന്റെ ഓഫീസിൽ ഒരാളിരുന്ന് ഓൺലൈനിൽ ചെസ് കളിക്കുകയായിരുന്നു. അയാൾ പിന്നെയും തോറ്റു. കാരണം ചോദിച്ചപ്പോ നമ്പർ 9 എന്ന കഴിഞ്ഞ ആഴ്ച കളിക്കാൻ തുടങ്ങിയ ആള് എല്ലാരും തോൽപ്പിച്ച് ടോപ്പ് റാങ്ക് ചടേന്നെത്തിയത്രേ. ഇത് മതി. മനുഷ്യന്മാരുടെ ഇന്റലക്ച്വൽ ലെവൽ എനിക്ക് മനസ്സിലായി. വ്യക്തിപരമായി നോക്കിയാൽ അതത്ര സ്പെഷ്യലൊന്നുമല്ല. അപ്പോൾ അവരുടെ ആയുധം എന്നത് പരമ്പരകളായി അറിവ് ശേഖരിക്കുക എന്നതാണ്. അവരുടെ ബേസിന്റെ ഏകദേശം ലേഔട്ട് എനിക്ക് മനസ്സിലായി. ഇനി നമ്മളുടെ പ്ലാൻ അടുത്ത ഫേസിലേക്ക് നീക്കാം. ഗുഡ് ബൈ. മനുഷ്യകരങ്ങളിലേക്ക് വീണ കൈജു പവർ നമ്മളുടെ പക്കലേക്ക് കൊണ്ടുവരാൻ സമയമായി.